കോതമംഗലത്ത് 23 വയസ്സുകാരിയുടെ ആത്മഹത്യയിൽ ആൺ സുഹൃത്ത് റമീസ് അറസ്റ്റിൽ. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് അറസ്റ്റ്. ഇരുവരുടെയും വാട്സാപ്പ് ചാറ്റിൽ നിന്ന് ആത്മഹത്യാ പ്രേരണയ്ക്കും ശാരീരിക ഉപദ്രവത്തിനും പോലീസിന് തെളിവ് ലഭിച്ചു. റമീസിന്റെ വീട്ടുകാരെയും കേസിൽ പ്രതി ചേർക്കും. മതം മാറാൻ ആവശ്യപ്പെട്ട് റമീസ് യുവതിയെ പൂട്ടിയിട്ട് മർദ്ദിച്ചുവെന്ന് യുവതിയുടെ ബന്ധുക്കൾ ആരോപിച്ചു. പ്രതികരണം കേൾക്കാം. ചേട്ടാ എന്നെ ഒന്ന് രജിസ്റ്റർ മാരേജ് ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ ഒന്ന് വിട്ടാൽ മതി എന്ന് അവൾ കർശനമായിട്ട് പറഞ്ഞിട്ടാണ് പോകുന്നത്. എനിക്ക് ആ വീട്ടിൽ പോകാൻ താല്പര്യമില്ല, അവർ വീണ്ടും എന്നെ മതം പറഞ്ഞ് മാറ്റുമെന്ന് പറഞ്ഞ് അവൾ അതാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. റമീസിൻ്റെ കൂടെ പോയി. അപ്പോഴത്തേക്കും പോയി വീട്ടിലേക്ക് പോയത് രാത്രി 8:30-9 മണിയായപ്പോഴത്തേക്കും എന്നെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ പറഞ്ഞു, എടി എന്നെ റൂമിൽ പൂട്ടിയിട്ടേക്കുക അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ അവൾ കരഞ്ഞുകൊണ്ട് വിളിക്കും എന്നെ. മൂവാറ്റൂടി വെച്ച് കാണാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവളുടെ മുഖത്ത് പാടുണ്ടായിരുന്നു, ചുമന്ന് കിടക്കും, തടിച്ചൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിൻ്റെ മുഖത്ത് എന്ത് പറ്റിയെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, റേമി അടിച്ചതാ എന്ന് പറഞ്ഞു. അവൾ എന്നാൽ തടിച്ചതെന്ന് ചോദിച്ചാൽ അപ്പോഴത്തേക്ക് അവൾ ചേട്ടാ നീ എന്തിനാ അവളെ അടിച്ചേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അവൾ മൈൻഡൊന്നും ചെയ്യുന്നില്ല. രജിസ്റ്റർ ചെയ്യിക്കാം, വീട്ടിൽ ആലുവയിൽ പേപ്പറൊക്കെ ശരിയാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി അടച്ചിട്ടു. പൊന്നാനി കൊണ്ട കാറൊക്കെ കൊണ്ടുവന്ന് 2 മാസം കഴിഞ്ഞിട്ട് നിൻ്റെ വീട്ടുകാരെ അറിഞ്ഞാൽ മതി. മോള് തന്നെയല്ലേ ഉള്ളൂ. അവൾ പേടിച്ചു പോയി അതിൻ്റെ ഉള്ളിലിരുന്ന്. മുറിയിൽ അടച്ചപ്പോൾ ഇവനും ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ മോളെ നിൻ്റെ ആങ്ങളോട് സംസാരിച്ച് ശരിയല്ല, മതം മാറാതെ രജിസ്റ്റർ ചെയ്യിക്കാമെന്ന് പറഞ്ഞു എന്നും പറഞ്ഞ് എന്നും അവളെ സമ്മർദ്ദത്തിൽ അവരെ വീട്ടുകാർ ആക്കിക്കൊണ്ടിരുന്നു. അവർ നമ്മളോട് പിന്നെ സംസാരിച്ചിട്ടേ ഇല്ല ഒരിക്കലും. റമീസിന്റെ അറസ്റ്റിന് പിന്നാലെ കുടുംബം മുങ്ങി എന്ന സംശയം കൂടി ഉയരുന്നുണ്ട്. പിതാവിന്റെ ഫോൺ അടക്കം സ്വിച്ച് ഓഫ് ആണ്. ലാൽകൃഷ്ണനാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ലാൽകൃഷ്ണൻ, വർഷങ്ങളായുള്ള ഒരു പ്രണയമായിരുന്നു, അതിന്റെ അന്ത്യമാണ് ഇങ്ങനെയായി പോയത്. എത്ര ക്രൂരമായ ശാരീരിക മാനസിക പീഡനത്തിനാണ് ഈ കുട്ടി ഇരയായത് എന്നതിൻ്റെയൊക്കെ വാട്സാപ്പ് ചാറ്റ് തെളിവുകളുണ്ട്. കൂടാതെ സുഹൃത്തിൻ്റേതുൾപ്പെടെയുള്ള മൊഴികളുണ്ട്. 23 വയസ്സുകാരിയെ കുറിച്ച് ആ നാട്ടിൽ നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും ++2 മുഴുവൻ മാർക്ക് 1200 മാർക്ക് മേടിച്ച് പഠിച്ച് പാസ്സായ ഒരു കുട്ടിയാണ്. ആലുവ UC കോളേജ് MBA മലയാളത്തിൽ പഠിച്ച സമയത്ത് കൂടെ സഹപാഠിയായിട്ടുണ്ടായിരുന്ന ആളാണ് റമീസ്. പഠിക്കാൻ മോശമായതുകൊണ്ട് തന്നെ പെൺകുട്ടി അവൾ ഇനിഷ്യേറ്റ് എടുത്ത് പഠിപ്പിച്ച് ഡിഗ്രി വാങ്ങിച്ചു കൊടുത്ത ഒരാൾ കൂടിയാണ് റമീസ്. അത്രത്തോളം അയാളുടെ ഇഷ്ടമുണ്ടായിരുന്നു, അത്രത്തോളം പഠിക്കാൻ മിടുക്കിയായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടങ്ങളിൽ നടന്ന സംഭവങ്ങളിലെല്ലാം വീട്ടുകാർക്കും അനുകൂലമായ നിലപാട് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് മതം മാറണം എന്ന ആൺകുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞ സമയത്ത് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കാൻ മതം മാറാം എന്ന നിലപാടിൽ തന്നെയായിരുന്നു. പക്ഷേ പെൺകുട്ടി തന്നെ ഈ റമീസ് പല ആപ്പുകൾ ഉപയോഗിച്ച് മറ്റ് പല സ്ത്രീകളുമായും പെൺകുട്ടികളുമായും ബന്ധം പുലർത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെ ഇടപ്പള്ളിയിൽ ഏതൊരു ഹോട്ടൽ റെയ്ഡ് ചെയ്ത സമയത്ത് അവിടെ നിന്ന് റമീസിനെയും ഒരു പെൺകുട്ടിയും പിടികൂടിയിരുന്നു. ഇത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഒരു കോംപ്രമൈസ് ഇല്ല, നമുക്ക് ആദ്യം രജിസ്റ്റർ മാരേജ് ചെയ്യാം, അതിനുശേഷം മറ്റു പ്രശ്നങ്ങളില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് മതം മാറാം എന്ന നിലപാടിലേക്ക് ഈ പെൺകുട്ടി പോയത്. പക്ഷേ ആ സമയത്ത് ഒരു കോംപ്രമൈസിന് റമീസിൻ്റെ വീട്ടുകാരോ തയ്യാറായിരുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ അവരുടെ കുടുംബത്തോട്, ഈ പെൺകുട്ടിയുടെ കുടുംബത്തോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അത് ആ കുടുംബവും ആ നിർബന്ധത്തിൽ പെൺകുട്ടിയുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അവളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഒരു രജിസ്റ്റർ മാരേജ് എന്ന നിലയിലേക്ക് പെൺകുട്ടിയുടെ സുഹൃത്ത് വഴി അടിമാലിയിൽ നീക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് റമീസ് ആലുവയിൽ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് പെൺകുട്ടി കൂട്ടിക്കൊണ്ടു പോവുകയും ആ വീട്ടിൽ ബന്ധിച്ചു, അതായത് അറസ്റ്റ് ചെയ്തിട്ടു, അയാളുടെ കൂടെ നിർത്തി എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത്. പൊന്നാനിയിലേക്ക് പോകണം, 2 മാസത്തെ കോഴ്സ് അറ്റൻഡ് ചെയ്യണം, മതം മാറണം എന്നീ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. പെൺകുട്ടി മതം മാറാൻ തയ്യാറാണ്, പക്ഷേ അത് കല്യാണത്തിന് ശേഷം എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ പിന്നീടാണ് നമ്മൾ ഈ ആത്മഹത്യാ കുറിപ്പ് അതൊക്കെ കാണുകയാണ്. ഇപ്പോൾ ഇതിൽ എന്താണ് ഏറ്റവും ഒടുവിലായി ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്, അയാളുടെ കുടുംബാംഗങ്ങളും പ്രതിയാകും, അവരെക്കുറിച്ച് ഒരു വിവരവുമില്ല അല്ലേ? അത് തീർച്ചയായിട്ടും. അതായത് കസ്റ്റഡിയിൽ എടുത്തതിന് പിന്നാലെ നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിലാണ് റമീസും ഈ പെൺകുട്ടിയും തമ്മിലുള്ള ചാറ്റുകളടക്കമുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുന്നത്. ഇതിനകത്താണ് ഈ പെൺകുട്ടിയെ മർദ്ദിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് ബോധ്യപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം, അതോടൊപ്പം മർദ്ദനം, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരം റമീസിനെതിരെ നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇത് ജാമ്യമില്ലാത്ത വകുപ്പുകളാണ്. ഇതിന്റെ ബാക്കി കുടുംബാംഗങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് കൊണ്ടാണ് അവരെയും പ്രതി ചേർത്തേക്കും എന്ന സൂചന വരുന്നത്. ഏതായാലും നിലവിൽ അവരെവിടെയാണ് എന്നുള്ളതിൽ വിവരമില്ല. പിതാവിന്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് നമ്മൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്.